ക്ഷമയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21 വായിച്ചേ ബാക്കി. സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. രാജാവ് ഈ ആളുകളെ വിളിച്ചിട്ട് കണക്ക് ചോദിക്കുകയാണ്. അന്നേരം പറഞ്ഞു, ദേ ഇവൻ 10,000 താലന്താണ് കടപ്പെട്ട് കിടക്കുന്നത്. താട്ട് വായിച്ചോ. അവരത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ. ഇതാണ് അച്ഛൻ പറഞ്ഞ ഈ ജോസഫിന്റെ സംഭവം. സഹോദരങ്ങൾ ജോസഫിനെ വെറുത്തു, അവനെ പൊട്ടക്കിണറ്റി കൊണ്ടുപോയിട്ടു, അവനെ പൊത്തിഫേറിന്റെ ഭവനത്തിൽ വിട്ടു. എന്നാ സംഭവിച്ചെന്നറിയാമോ? വെറുത്തവൻ, പരിഹസിച്ചവൻ, കളിയാക്കിയവൻ, അവരുടെ കുടുംബം മൊത്തം അവന് കടപ്പെട്ടവരായി തീർന്നു. നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാൻ കിടപ്പുണ്ടെങ്കിൽ, ആരോടെങ്കിലും നിങ്ങൾക്ക് പൊറുക്കാൻ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളുക, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിന് ബന്ധനത്തിലും അടിമത്തത്തിലും നിങ്ങൾ ആയിത്തീരേണ്ടി വരും. ക്ഷമിക്കാത്തവൻ നിമിത്തം അവൻ്റെ കുടുംബവും അവൻ്റെ സാഹചര്യങ്ങളും നാളെ അടിമത്തത്തിലേക്ക്, തടവറയിലേക്ക് വിൽക്കപ്പെടും, മാറ്റപ്പെടും. സഹോദരങ്ങൾ ജോസഫിനെ വെറുത്തത് കൊണ്ടാണ് ഈ സഹോദരങ്ങൾക്ക് ഈജിപ്തിൽ പോകേണ്ടി വന്നതും അവിടെ അടിമകളായിട്ട് കഴിയേണ്ടി വന്നതും. ഫറവോയുടെ അടിമകളാകാനുള്ള കാരണം സഹോദരനോടുള്ള വെറുപ്പ് കിടന്നതാണ്. ഇതാണ് ആ രാജാവ് പറഞ്ഞത്, നീ ക്ഷമിക്കുന്നില്ലേ, നീ പൊറുക്കുന്നില്ലേ, നിന്റെ മകനോട് നീ ക്ഷമിക്കുന്നില്ല എങ്കിൽ തിരിച്ചറിയുക, നിന്റെ ബാക്കി മക്കൾ ക്ഷമ കിട്ടാതെ വെറുപ്പിലും വൈരാഗ്യത്തിലും അവർ ഇത് പാരമ്പര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കും. നീ ക്ഷമിക്കുന്നുവെങ്കിൽ, നീ പൊറുക്കുന്നുവെങ്കിൽ കടം നീ വീട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. താട്ട് വായിച്ചേ. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് സഹോദരങ്ങളെ ധ്യാനത്തിനും ധ്യാനാനുഭവങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും പള്ളിക്കൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, കരഞ്ഞ പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഗതികെട്ട് പോയി, കരുണ കാണിക്കണമേ, ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഈ കരച്ചിലാണ് ഓരോ ദേവാലയത്തിലും പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഓരോ ധ്യാന കേന്ദ്രത്തിലും പ്രാർത്ഥിക്കുന്നത്, ഓരോ കുരിശും തൊട്ടിയും പ്രാർത്ഥിക്കുന്നത്, ഓരോ പ്രാർത്ഥനായിടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. ഇതാ ഈ രാജാവ് കരുണയുള്ളവൻ. അവൻ പറഞ്ഞു, അവൻ വിശുദ്ധന്മാരുടെ മാലാഖമാരുടെ ഒക്കെ പറയുകയാണ്, ക്ഷമിച്ചങ്ങ് കൊടുത്തേക്കാം, വിട്ടേരെ, പൊറുത്തേരെ, അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്തേക്കാം. പക്ഷേ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ധനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. ഇതാണ് നമ്മുടെ പ്രശ്നം. ദൈവം നമ്മുടെ നിരവധിയായ പാപം ക്ഷമിക്കണം. നമ്മൾ എന്തോ ഒരു പ്രാർത്ഥനാ വിഷയങ്ങളാണ് നമ്മൾ സമർപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനാനുഭവത്തിൽ നമുക്ക് അനുഭവം ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നമുക്ക് കടപ്പെട്ട് കിടക്കുന്ന ചെറിയ കടപ്പാട് കിടക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ല. ഇവിടെ എന്താ സംഭവിച്ചു നോക്കിക്കേ, വായിച്ചേ. അവന്റെ കഴുത്ത് പിടിച്ചു ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത്. അവന്റെ മുഖം, അവന്റെ കഴുത്ത് ഞെരിച്ച് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തരാനുള്ള പണം ഇവിടെ വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാനും നീയുമായിട്ടുള്ള ബന്ധം തീർത്തതിന് ശേഷം ബാക്കി പോയാൽ മതി എന്ന് പറഞ്ഞു. വായിച്ചോ. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവന് കാരാഗൃഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. അവനെ, അവൻ്റെ കുടുംബത്തെയും അവൻ്റെ മക്കളെയും സകലതിനെയും പിടിച്ച് കാരാഗൃഹത്തിലേക്ക് അടച്ചോളാൻ പറഞ്ഞു. ദൈവം നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുന്നുണ്ട്. പക്ഷേ നീ ക്ഷമിക്കാതിരുന്നാൽ നീ മാത്രമല്ല, നിന്റെ ജീവിത പങ്കാളി മാത്രമല്ല, നിന്റെ മക്കൾ മാത്രമല്ല, അവർക്കുള്ള സകലതിൻ്റെ മേലും ഈ കോപം കിടക്കും. നാളെ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഹൃദയപൂർവ്വം ക്ഷമിക്കുക.
ഹൃദയത്തിലാണ് ക്ഷമ കൊടുക്കേണ്ടത്. സഹോദരിമാരാണ് ഈ ഭൂമിയിലെല്ലാം ക്ഷമിക്കുന്നത്. സഹോദരിമാരെ പോലെ ക്ഷമിക്കുന്ന വ്യക്തികളെ ഈ ഭൂമി കാണാനില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ക്ഷമിച്ചതൊന്നും മറക്കൂല. അതെല്ലാം തലയിൽ കിടപ്പുണ്ട്. ക്ഷമിച്ചു, ഒന്നും മറന്നിട്ടില്ല. പുരുഷന്മാരെ സംബന്ധിച്ച് ഭൂമിയിലൊന്നും ക്ഷമിക്കില്ല. പക്ഷെ ദൈവം അവർക്ക് പ്രത്യേക കൃപ കൊടുത്തിട്ടുണ്ട്, ഒന്നും ഓർമ്മയില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ ഈ ഭൂമിയിൽ ദൈവകൃപ സ്വന്തമാക്കാൻ പറ്റുകയില്ല. ക്ഷമിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ബൈബിളിൽ ക്ഷമ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓഫർ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 തൊട്ടുള്ള വചനം. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. ക്ഷമിക്കുന്നവന് ദൈവം കൊടുക്കുന്ന ആദ്യത്തെ ഓഫറാണ് നീ എൻ്റെ മകനാണ് എന്ന ബോധ്യം. ഞാൻ പറഞ്ഞു, എനിക്ക് 7 മക്കളാണുള്ളത്. ഈ ധ്യാനം നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് എൻ്റെ അടുക്കിലേക്ക് വരാൻ ധൈര്യമുള്ളത് എൻ്റെ 7 മക്കൾക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ എത്രയോ പിള്ളേർ ഇതികൂടെ ഓടി കിടപ്പുണ്ട്. ഒരു കൊച്ചു പോലും ഇങ്ങോട്ട് വരുന്നില്ല. കണ്ടാൽ തന്നെ എല്ലാം സ്ഥലം വിട്ടു പോവുള്ളൂ. അപ്പൻ്റെ അടുക്കിലേക്ക് വരാൻ മക്കൾക്ക് മാത്രമേ ധൈര്യമുള്ളൂ. ദൈവപിതാവ് ബലിപീഠത്തിലുണ്ട്, വിശുദ്ധ കുർബാനയിൽ സത്യമായും കർത്താവുണ്ട്, ആരാധനയിൽ കർത്താവുണ്ട്. ഇത് പറഞ്ഞിട്ട് നമുക്കെന്നെ ബോധമില്ലാത്തേ? നമ്മളെന്ത് ഈ അപ്പനെ കാണാത്തേ? അപ്പാന്ന് വിളിച്ചിട്ട് അപ്പൻ മറുപടി നൽകുന്നില്ലെങ്കിൽ, അപ്പനെ അന്വേഷിച്ചിട്ട് നമ്മൾ അപ്പനെ കാണാതെ വരുന്നെങ്കിൽ ഒന്നുകിൽ അപ്പന് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ മക്കൾക്ക് കുഴപ്പമുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്നില്ലെങ്കിൽ അപ്പൻ പൊട്ടനാണ്, അല്ലെങ്കിൽ മക്കൾക്ക് നാവുണ്ടാവില്ല. സ്വർഗസ്ഥ പിതാവിൻ്റെ മക്കളെന്ന ബോധ്യത്തിലേക്ക് ഞാൻ വളരുന്നത് എന്നെ ഈ ഭൂമിയിൽ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളോടും ഞാൻ ക്ഷമിക്കുമ്പോഴാണ്. അത് ദൈവം എനിക്ക് തരുന്നൊരു പ്രിവിലേജാണ്. സുവിശേഷത്തിൽ 2 തരത്തിലുള്ള മക്കളുണ്ട്, ലോകത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ മക്കളുമുണ്ട്. നിനക്ക് ഈ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയരണമെങ്കിൽ, അഥവാ ഈ ബൈബിളിലെ ഓരോ വചനവും നിൻ്റെ ഹൃദയത്തിൽ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞതാണെന്ന് നിനക്ക് ബോധ്യമുണ്ടാകണമെങ്കിൽ, നീ ആദ്യം ചെയ്യേണ്ട കാര്യം നിന്നെ വേദനിപ്പിച്ചു ദുഃഖിപ്പിച്ചു എന്ന് നീ കരുതുന്ന എല്ലാ വ്യക്തികളോടും നീ ക്ഷമിക്കുക. അവരെ നിരപരാധികളായിട്ട് വെറുതെ വിട്ടേക്കുക. അറിവില്ലാത്തതുകൊണ്ടാണ് കർത്താവേ, വിട്ടേക്കുക. നിന്നെ വേദനിപ്പിക്കുകയും നിന്നെ പീഡിപ്പിക്കുകയും നിന്നെ ശപിക്കുകയും നിന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥന ആരംഭിച്ചാൽ എന്നാ സംഭവിക്കും നിങ്ങൾക്കറിയാമോ? റോമാലേഖനം 12-ാം അധ്യായം 11 തൊട്ടുള്ള വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ ഔദക്ത്യം വെടിഞ്ഞ്. എന്താ ഔദക്ത്യം എന്ന് പറഞ്ഞാൽ? ഞാൻ അപ്പനല്ലേ, ഞാൻ അമ്മയല്ലേ, അവനല്ലേ ക്ഷമ ചോദിക്കണ്ടേ, അവനല്ലേ മാപ്പി ചോദിക്കണ്ടേ, അവളല്ലേ എന്നോട് പറയണ്ടേ, ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആളൊന്നുമല്ല, അവരല്ലേ വരണ്ടേ എന്ന് ചിന്തിക്കേണ്ട. ഔദക്ത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരിക. ഇതാണ് അച്ഛൻ പറഞ്ഞത്. നിനക്ക് എളിമയുണ്ടോ എന്നതിൻ്റെ തെളിവ് പഴയ ഷർട്ടും പഴയ പാൻറ്റും പഴയ ദാരിദ്ര്യത്തിൻ്റെ അടയാളവും കാണിച്ച് ഭക്തനാണെന്ന് പറഞ്ഞ് കണിക്ക് നടക്കുന്നതിനല്ല എളിമ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ കുറേ കണ്ണുനീരൊഴുക്കുന്നതല്ല എളിമ. യഥാർത്ഥ എളിമ എന്ന് പറയുന്നത് ക്ഷമിക്കാൻ പറ്റുന്നൊരു ഹൃദയമാണ്. എളിമയുടെ അടയാളം അതാണ്. എന്നിട്ട് പറയുകയാണ്, എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങുവീൻ. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. ക്ഷമിക്കാൻ പറ്റാത്തവരുടെ കർത്താവ് പറയുകയാണ്, നീ വലിയ ബുദ്ധിമാനാണ്, നീയാണെന്ന് മിടുക്കൻ എന്ന് നീ ചിന്തിക്കരുത്. എളിമപ്പെടുക, അഹങ്കാരം താഴെ വെക്കുക. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എന്താ പറയുന്നത്? വായിച്ചതായിട്ട് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 14 തൊട്ടുള്ള വചനം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുക. വസ്തു മോഷ്ടിച്ചിട്ടുണ്ടാകും, ചാരിത്രം കൊണ്ടുപോയിട്ടുണ്ടാകും, ഒരുപക്ഷെ വഞ്ചിച്ച് നിങ്ങളുടെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാവും. ലോകം മുഴുവനും ക്രിസ്തുവിനെ കുരിശിൽ തൂക്കിയിട്ടും ആ കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് എൻ്റെ ദൈവമെങ്കിൽ ക്ഷമിക്കുന്നവൻ തിരിച്ചറിയുക, നിന്നെ എവിടെ ആരെല്ലാം കുഴിച്ചു മൂടിയാലും അവിടെ നിനക്ക് ഉദ്ധാനം ചെയ്യാനായിട്ട് സാധിക്കും.
നീ ക്ഷമിച്ചാൽ മതി. ഏത് മേഖലയിൽ നീ ക്ഷമിക്കുന്നോ അവിടെ നിനക്ക് അനുഗ്രഹമാണ്. ഇസഹാക്കിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഭൃത്യന്മാർ കിണറ് കുത്തിയിട്ട് വെള്ളം കിട്ടാത്തൊരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട്. അബീമേലെക്ക് എന്ന രാജാവിനോട് അവർ ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, കുത്തിയ കിണറിലെല്ലാം വെള്ളം കിട്ടിയെന്ന്. അർത്ഥം എന്നാണെന്നറിയാമോ? വെള്ളം ജീവൻ്റെ അടയാളമാണ്. ജീവനില്ലാത്ത പ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്നെങ്കിൽ തിരിച്ചറിയുക, നിനക്ക് എവിടെയൊക്കെയോ ക്ഷമിക്കാൻ കിടപ്പുണ്ട്. ഇടവക ശുശ്രൂഷയിൽ ഒരിക്കലൊരു ഇടവക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വീട് പണിയാൻ വേണ്ടി സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്, മണ്ണടിച്ചിട്ടിട്ടുണ്ട്, കുറ്റി വെച്ചിട്ടുണ്ട്, കിണറ് കുത്തിയിട്ടുണ്ട്, വീട് പണി നടക്കുന്നില്ല. പണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത്യാവശ്യം വന്നാൽ ചേട്ടാ ഒരു 10 ലക്ഷം രൂപ വേണമെന്ന് വെച്ചാൽ അച്ഛൻ എപ്പോഴാണ് വേണ്ടേ വന്ന് എടുത്തുകൊണ്ട് നോക്കാൻ പറയാൻ അത്രമാത്രം സാമ്പത്തികമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ വീടൊന്ന് പണിയണമെന്ന് എനിക്കൊരാഗ്രഹം. സാധാരണഗതിയിൽ വീട് പണിയാനൊക്കെ ബുദ്ധിമുട്ട് വരാൻ നേരത്തെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഇങ്ങനെയാണ്: നിങ്ങൾ പള്ളിയിൽ പോയിട്ടൊന്ന് കുമ്പസാരിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയവരുടെയും ജീവിക്കുന്നവരുടെയും പേരിൽ നിങ്ങൾ കുർബാന അർപ്പിക്കണം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ പോയി കല്ലിട്ട് കൊള്ളുക. ഞാൻ അങ്ങനെയാണ് സാധാരണഗതിയിൽ കേസുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ കല്ലിടാൻ നേരത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതാണ്, പക്ഷേ എന്നിട്ടും വീട് പണി നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സ്ഥലത്ത് പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ ഞാനും ഈ ചേട്ടനും ഈ സ്ഥലത്ത് വീട് പണി ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചു. മനോഹരമായ 1 ഏക്കർ സ്ഥലം, റോഡിൻ്റെ ഫ്രണ്ടേജ്, ഒരു സൈഡ് പള്ളിയുടെ സൈഡ്, നല്ല മനോഹരമായ സ്ഥലം. ഞാൻ പറഞ്ഞു, നല്ല മനോഹരമാണല്ലോ ഇവിടെ, വീട് വെച്ച ഇഷ്ടം പോലെ വെള്ളം കിട്ടും, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നടക്കുന്നില്ല. 5-6 വർഷം കഴിഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്കൊന്ന് പ്രാർത്ഥിച്ചേക്കാം. പ്രാർത്ഥിച്ചു. അപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ഒരു അയൽവാസിയുടെ വീടാണ്, അത് നമ്മുടെ ഇടവക്കാരൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, സഹോദര എൻ്റെ കൂടെ വാ, നമുക്കൊന്ന് ആ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അയ്യോ അച്ഛാ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്നെ വരാത്തേ? അച്ഛാ ഞങ്ങൾ തമ്മിൽ ഇച്ചിരി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പ്രശ്നമുള്ളത്? അതിർത്തിയിൽ മണ്ണെടുക്കാൻ നേരത്ത്, ചാല് കീറിക്കൊണ്ടിരിക്കാൻ നേരത്ത് അവരുടെ പറമ്പിൽ മണ്ണ് പോയി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അപ്പം ഞങ്ങൾ കൗണ്ടർ കേസ് കൊടുത്തു. ഇപ്പം ഞങ്ങൾ തമ്മിൽ ബന്ധമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് വെച്ചു. അച്ഛാ ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ്, പക്ഷെ അവർ ക്ഷമിക്കുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അവരുടെ ഹസ്ബൻഡ് വിദേശത്താണ്, അവരാണ് അവിടെ നിന്ന് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഞങ്ങൾക്കിത് പറ്റത്തില്ല അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് ക്ഷമിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചു. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, പക്ഷെ അവർ വീട്ടിൽ വരുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി അവരെ വെച്ച് തന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവനെയും കൂട്ടി ഈ സഹോദരിയുടെ വീട്ടിലേക്ക് ചെന്നു. അവരെ എനിക്കറിയാം. അപ്പോൾ അവർ എന്നെ കണ്ടപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചു, എനിക്ക് കാപ്പി തന്നു. അപ്പോൾ ഈ സഹോദരന് കാപ്പി കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം ഏതാണ്ട് സൈനൈഡ് ഇരിക്കുന്ന പോലെയാണ് കാപ്പിയിലേക്ക് നോക്കുന്നത്. കൈവശം ഇട്ടിട്ടുണ്ടെന്ന് സംശയമാണ് ആ പാർട്ടിക്ക്. ഞാൻ പറഞ്ഞു, കാപ്പി കുടിക്കാൻ പറഞ്ഞു. കാപ്പി കുടിപ്പിച്ചു. കുറച്ച് ബേക്കറിയൊക്കെ തന്നു, അതെല്ലാം കഴിച്ചു. ഞാൻ പറഞ്ഞു, ഈ സഹോദരിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ മുറിവ് കിടപ്പുണ്ട്, അതങ്ങ് ക്ഷമിച്ചേക്കണം എന്ന് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല അച്ഛാ, തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്നതാണ്. എൻ്റെ പൊന്നു സഹോദരൻ, നീ അവിടെ വീട് വെക്കുന്നതിന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നല്ലൊരു അയൽക്കാരനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ മനുഷ്യൻ കണ്ണു തുറന്നത്. അയ്യോ, ഇവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്നാൽ സഹോദരി, ഞങ്ങളും അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു. 6 മാസം കൊണ്ട് വീട് പണിത് അതിൻ്റെ കൂതാശയ്ക്ക് എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, സന്തോഷമായിരിക്കുന്നു? എൻ്റെ അച്ഛൻ 4 വർഷം മുടങ്ങിക്കിടന്ന വീട്, ഇത്രയും വലിയ വീട് ഈ സമയത്ത് പണിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വീട് പണിയാൻ നമ്മളെ കൊണ്ട് പറ്റാത്തത്, മക്കളെ കെട്ടിച്ചു വിടാത്ത കഥ ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞുതരാം. അവൾ കൈവേഷം കൊടുത്തതാണ്, നാത്തൂനെ കൈവേഷം കൊടുത്തതാണ്, അവൾ എൻ്റെ കൊച്ചിനെ പ്രലോഭിച്ചതാണ്. ചെറുപ്രായത്തിൽ അവൾ എൻ്റെ കൊച്ചിനെ അവളെ വീട്ടിൽ കൊണ്ടുപോയി നന്നായി പഠിക്കുമായിരുന്നു. പക്ഷെ കുശുമ്പും കുഞ്ഞായ്മയും കീറി തള്ളിക്കളഞ്ഞതാണ് എൻ്റെ മോള് പിഴയ്ക്കാൻ കാരണം. നാത്തൂനെന്ന് പറഞ്ഞവർ, അമ്മായിയമ്മയെന്ന് പറഞ്ഞ്, മക്കളുടെ കല്യാണം തൊട്ട്, മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കാത്തതൊട്ട്, വീട് പണിയാൻ പറ്റാത്തതൊട്ട്, സാമ്പത്തിക മേഖല ഉയരാൻ പറ്റാത്തതൊട്ട്, ഏതെല്ലാം തരത്തിലെ പാവവും ബന്ധനമാണ് കിടക്കുന്നതെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, നീ ക്ഷമിച്ചാൽ, നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ, ബാക്കി പറ, നിങ്ങളുടെ പാപങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നമ്മളൊക്കെ വലിയ പുണ്യാളത്വത്തിൻ്റെ കുറേ ഡയലോഗുകൾ പറയും. ചത്താൽ അവൻ്റെ പട്ടി പോലും കയറരുത്, ചത്തു കഴിഞ്ഞാൽ ശവം പോലും കണ്ടേക്കരുത്. ആർക്ക് വേണമെന്നറിയില്ല ഈ സാധനത്തിന്. നിങ്ങൾ ചത്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളാണല്ലോ നിങ്ങളുടെ ശവടകൻ്റെ കമ്മിറ്റി കൂടി തീരുമാനിക്കുന്നത്. എൻ്റെ ശവടക്ക് ഇത്ര മണിക്ക് തീർക്കണം, അവൾ വരാൻ പാടില്ല, ഇവൾ വരാൻ പാടില്ല.
ചില കാരണവന്മാർ പറയുന്നുണ്ട്, ശവമാണെങ്കിലും ശരി ഞാൻ എഴുന്നേറ്റ് അവരുടെ മുഖത്ത് ഉമ്മ വയ്ക്കാൻ വരുമ്പോൾ അടി കൊടുക്കുന്നു. ഇത് സ്വന്തം മകളോട് പറയുന്ന ഡയലോഗുകളാണ്. ഒരു ബോധവും വിടുവില്ലാതെ ഇതാ പറഞ്ഞ്, ഇച്ചിരി അറിവുണ്ടെങ്കിലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ, ബോധമുണ്ടെങ്കിലേ ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് മനസ്സിലാവാത്ത, നമ്മുടെ പിടിക്ക് പോലും മനസ്സിലാവാത്ത എത്രയോ അനുഭവങ്ങൾ. ഭർത്താവിനോട് ക്ഷമിക്കണമെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ട് ക്ഷമിക്കാത്തൊരനുഭവം. അങ്ങനെ ഒരു അനുഭവം പറയും. ഭാര്യയും ഭർത്താവും കൂടി ധ്യാനകേന്ദ്രത്തിൽ വന്നു. അവർക്ക് വേണ്ടത് ഡൈവേഴ്സാണ്. അവർ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ശരിയാവത്തില്ല. ഭാര്യയാണ് അതിന് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ എന്തിനിങ്ങനെ ഈ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു? അപ്പോൾ അവൾ പറയുന്നു, ഒരു കഴിവുമില്ല അച്ഛാ, പോങ്ങനാച്ചാ, മന്ദബുദ്ധിയാണച്ചാ, ഈ പറയാത്ത ഭാഷയൊന്നുമില്ല. ഞാൻ ഭർത്താവിനോട് ചേട്ടാ നീ ഇങ്ങനെയാ ഇത്ര വൃത്തികെട്ടവനായിട്ട് ജീവിക്കാൻ പാടുണ്ടോ? അവൻ പറഞ്ഞപ്പോഴാണ് ഞെട്ടിയത്. എന്നാണെന്നറിയോ? കൊറോണ വരുന്നതിന് മുമ്പ് ഇവൻ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് കാശ് ഈ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഇവളോട് പറഞ്ഞു, എടി ഞാൻ വിദേശത്തല്ലേ, നീ ഒരു കാര്യം ചെയ്തോ, നിൻ്റെ പേര് സ്ഥലം വാങ്ങിക്കോ, വീട് വെച്ചിട്ട് നിനക്കാണെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലൊക്കെ പോയി സാങ്ഷൻ എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഈ ഭർത്താവ് പറഞ്ഞിട്ട് ഈ ഭാര്യയുടെ പേരിലേക്ക് സ്ഥലം എഴുതി, പണം അയച്ചു കൊടുത്തു, വീടെല്ലാം പണിതു. കൊറോണയ്ക്ക് ജോലി നഷ്ടപ്പെട്ടു. ഈ പാവപ്പെട്ടവൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഭർത്താവിനോട് ഭാര്യ പറയും, ഇറങ്ങിക്കോളണം എൻ്റെ വീട്ടിൽ നിന്ന്. എന്നാ ഉണ്ടാക്കിയത്? അവൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു ജോലി തായോ, കക്കൂസ് അടിച്ച് വന്നോക്കാം, എവിടെയെങ്കിലും ജോലി താ. ഞാൻ പറഞ്ഞു, എനിക്ക് എവിടെ നിന്ന് ജോലി കിട്ടാനാ? അവളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അവൾ പറയുന്നു, അവളുടെ അപ്പനുണ്ട്, അമ്മയുണ്ട്, ഞങ്ങളുടെ സ്ത്രീധനം കൊടുത്താണ് ഇവനെ ഗൾഫിന് വിട്ടത്, ഇപ്പോൾ അവൻ മുഴുവൻ നശിപ്പിച്ച് കുളംതോട്ടിയും കൂടി വന്നേക്കാണ്, ശരിയാവത്തില്ല അച്ഛാന്ന് പറഞ്ഞു. ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കൈകൂപ്പി പറഞ്ഞു, ഒന്ന് ക്ഷമിക്കുമോ, ആയുസ് എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയത്തില്ല, ഒന്ന് ക്ഷമിക്കും സഹോദരി, ഞാനും എൻ്റെ കൂടെ പോർക്കത്തില്ല അച്ഛാന്ന് പറഞ്ഞു. കുടുംബ കോടതിയിൽ കേസും കൊടുത്തു. ഒരു ദിവസം ഒരു മെസ്സേജ് വന്നു. രാവിലെ ഭർത്താവ് കോടതിയിലേക്ക് പോയതാണ്. ഭാര്യ കോടതിയിൽ വരേണ്ട സമയമായിട്ടും വന്നില്ല. ഭാര്യ സ്പീഡിൽ കോടതിയിലേക്ക് വന്നതാണ്. ഒരാക്സിഡൻ്റ് ഉണ്ടായി, കോമയിലെ സ്റ്റേജിലായി, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എന്നിട്ട് ഈ ഭർത്താവ്, അവൾക്കറിയാത്തതുകൊണ്ടല്ലേ അച്ഛാ, ഞാനല്ലേ അവളെ നോക്കേണ്ടതെന്ന് പറഞ്ഞ് അവൾ മരിക്കുന്നത് വരെ ബോധം ഉണ്ടായിരുന്നില്ല ഈ ഭാര്യയ്ക്ക്. ബോധമില്ലാത്ത ഈ ഭാര്യയെ ബോധമുള്ളവനാണ് ശുശ്രൂഷിച്ചത്, ബോധമുള്ളവനാണ് അവളുടെ നല്ല ശവസംസ്കാരം പോലും നടത്തിയത്. ഹല്ലേലൂയ്യ. ക്ഷമിക്കാത്ത ഹൃദയത്തിൽ സമാധാനം ഉണ്ടാവില്ല, ക്ഷമിക്കാത്ത ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവില്ല, ക്ഷമിക്കാത്ത ഹൃദയത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല, ക്ഷമിക്കാത്ത ഹൃദയത്തിൽ പ്രാർത്ഥനയുണ്ടാകില്ല, ക്ഷമിക്കാത്ത ഹൃദയത്തിൽ വിജയമുണ്ടാകില്ല, ക്ഷമിക്കാത്ത ഹൃദയത്തിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഒരു വികാരവും പ്രവർത്തിക്കില്ല. എന്തിനേറെ ലൈംഗികത പോലും ആസക്തിയായിട്ട് അധപ്പതിച്ചു പോകും. ക്ഷമിക്കാത്ത ഹൃദയങ്ങളിലാണ് ഇതെല്ലാം ആസക്തികളായിട്ട്. എന്തുകൊണ്ടാണ് സ്വവർഗഭോഗം, സ്വയംഭോഗം, മ്ലേച്ഛതകൾ, അന്യൻ്റെ ഭാര്യയെ മോഹിക്കൽ, അന്യൻ്റെ ഭാര്യ ചതിക്കൽ, ഇതെല്ലാം വെറുപ്പിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഒരിക്കൽ സ്വവർഗഭോഗത്തിൽ അടിമപ്പെട്ടു പോയൊരു കുഞ്ഞ് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു, എനിക്കിതിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛാ, എന്നെക്കൊണ്ടത് പറ്റുന്നില്ല അച്ഛാ. ധ്യാനമൊക്കെ കൂടി. ഞാൻ പറഞ്ഞു, അവന് ക്ഷമിക്കാൻ പറഞ്ഞു, ആ ഓർമ്മകളോട് ക്ഷമിക്കാൻ പറഞ്ഞു. ആ വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനൊരു കല്യാണത്തിന് പോയതാണ്, കല്യാണത്തിന് പോയ സമയത്താണ് ഈ ചേട്ടനെന്നും ബന്ധത്തിൽപ്പെട്ടവനെന്നും പറഞ്ഞവൻ എൻ്റെ കൂടെ കിടത്തിയത്. അന്ന് അവനോട് എന്നെ ഇതെല്ലാം മ്ലേച്ഛമായിട്ട് പ്രവർത്തിച്ചു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ കൊണ്ടായിപ്പോയി. ഞാനങ്ങ് മരവിച്ചു പോയി. ആ നിമിഷം, ആ സാഹചര്യം, ആ ഓർമ്മകൾ, അവൻ്റെ മുഖം, അവൻ്റെ നിശ്വാസം പോലും എനിക്ക് വെറുപ്പാണ് അച്ഛാ, വെറുപ്പ്. ഞാൻ പറഞ്ഞു, ക്ഷമിക്കാൻ പറഞ്ഞു. ആ സമയത്തോട്, ആ സ്ഥലത്തോട്, ആ സാഹചര്യത്തോട്, ആ ഓർമ്മകളോട് നീ ക്ഷമിക്കാൻ പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ അവൻ ക്ഷമിച്ചു. പിന്നീട് അവൻ പറഞ്ഞ സാക്ഷ്യമാണ്, അച്ചോ എനിക്കൊരിക്കലും പിന്നീട് ഒരു വ്യക്തിയെ ലൈംഗികതയോടെ, ആസക്തിയോടെ, പ്രത്യേകിച്ച് സ്വവർഗഭോഗത്തിന്, സ്വയംഭോഗത്തിന് എനിക്ക് പിന്നീട് ആ പാപം ചെയ്യാൻ എനിക്കിടയായിട്ടില്ല. നമ്മൾ ചെയ്തു കൂട്ടുന്ന ആസക്തികൾ പോലും ഇത് നമുക്ക് സമ്മാനിച്ചവനും ഇത് തന്നവനോടും കിടക്കുന്ന വെറുപ്പാണ് ഇതിങ്ങനെ തലമുറയായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷമ നിസാരാണെന്ന് ചിന്തിക്കരുത്. ഞാൻ ക്ഷമിച്ചു കേട്ടോ, ഞാൻ പുറത്തു വിട്ടോ, എനിക്ക് വിഷമമൊന്നുമില്ലെന്ന് പറയുന്നതല്ല ക്ഷമ. ഒരു പാപത്തിൻ്റെ, ഒരു പിശാചിൻ്റെ സ്ഥലം, ഒരു സ്വാധീനം ബന്ധിച്ച്
അത് ഇല്ലാതാക്കുന്നതാണ് ക്ഷമയെന്ന് പറയുന്നത്. യേശുവിൻ്റെ കുരിശിലെ ശുശ്രൂഷ എന്താണ്? ആദാമിൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ഒരു വ്യക്തിയോട് ക്ഷമിച്ചാൽ ആ പാപത്തെ ഇല്ലാതാക്കലാണ് ക്ഷമയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ബലിയർപ്പണമാണ് ക്ഷമ, ഒരു പരിത്യാഗമാണ് ക്ഷമ. ഈ ഭൂമിയെ വിശുദ്ധീകരിക്കുന്ന അടിസ്ഥാന നന്മയാണ് ക്ഷമ. നീ ഇരിക്കുന്ന സ്ഥലത്ത്, നീ ഇരിക്കുന്ന രാജ്യത്ത്, നീ ഇരിക്കുന്ന വ്യക്തികളോട് നീ ക്ഷമിച്ചാൽ ആ സ്ഥലം വിശുദ്ധീകരിക്കപ്പെടും, ആ വ്യക്തി വിശുദ്ധീകരിക്കപ്പെടും, ആ സാഹചര്യങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ പാപമോചനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, അത് കുരിശിൻ്റെ വഴിയാണ്, അത് ക്ഷമയാണ്. ഞാൻ പറഞ്ഞു എന്തിനാണെന്നറിയാമോ? നമ്മൾ ക്ഷമിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റോമാലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വചനം. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവിൻ. ഔദത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ഇതാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. ഔദത്യം, അഹങ്കാരം. ഞാൻ ഭർത്താവല്ലേ, ഭാര്യ എന്നോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഞാൻ അപ്പനല്ലേ, മക്കളിങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഔദത്യം വെടിയണം. അതിനാണ് യേശു ക്രിസ്തുവിനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞത്. അവൻ കാല് കഴുകിയത് ശിഷ്യന്മാരുടെ കാലാണ്. ഞാൻ പള്ളിയിലച്ഛനാണ്, എനിക്ക് നിങ്ങളുടെയൊക്കെ കാല് കഴുകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. 7 മക്കളുടെയും ഭാര്യയുടെയും കാല് കഴുകാനാ എൻ്റെ കൈ പറക്കുകയുള്ളൂ. എനിക്ക് സഹോദരിയുടെ കാല് കഴുകാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു കുഴപ്പമില്ല. നാളെ നിങ്ങൾ എന്നാ പറയും? ആ ധ്യാനകേന്ദ്രത്തിൽ ബിനോയച്ചൻ ഇത്രയും പുണ്യാളൻ, ആരുടെ കാല് വേണമെങ്കിലും കഴുകും, ആരുടെ കാലും ഉമ്മ വെച്ച് തരും. പുണ്യാളത്വം കാണിക്കേണ്ടത് ഈ സഹോദരിയുടെ കാല് കഴുകിയിട്ടല്ല, എൻ്റെ ഭാര്യയുടെ കാല് കഴുകണം, എൻ്റെ മക്കളുടെ കാല് കഴുകണം. ഇതാ ക്രിസ്തു കാണിച്ചു തന്നത്. അവൻ ശിഷ്യന്മാരുടെ കാല കഴുകിയത്, തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കാല കഴുകിയത്. ഇതാണ് ഔദത്യം വെടിയുക എന്ന് പറഞ്ഞ അർത്ഥം. അവൻ മേലങ്കി മരിച്ചു മാറ്റി അരക്കെട്ടെടുത്തുകൊണ്ട് ശിഷ്യന്മാരുടെ മുമ്പാകെ മുട്ടുകുത്തി അവൻ കാല് കഴുകിയിട്ട് അവൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾ കാണിക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം മുഴുവനും അറിയും. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അടിമത്തത്തിലേക്ക് ക്രിസ്ത്യാനി അധപ്പതിച്ചതാണ് ലോകത്തുനിന്ന് ക്രിസ്ത്യാനിയാണെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റാതെ പോയത്. സുവിശേഷത്തിൻ്റെ കുഴപ്പമല്ല, ആരാധനയുടെ കുഴപ്പമല്ല, പൗരോഹിത്യത്തിൻ്റെയോ അതെങ്കിൽ ശുശ്രൂഷകൾ നമുക്കില്ലാത്തതിൻ്റെ കുഴപ്പമല്ല. പകരം എന്നാണെന്നറിയാമോ? ഈ വെറുപ്പ് വെച്ച്, ഈ വൈരാഗ്യം വെച്ച് നമ്മളൊക്കെ ഓരോ യൂദാസുകളായി അധപ്പതിച്ചു പോയി സഹോദരങ്ങളെ. എന്താ യൂദാസിൻ്റെ പ്രത്യേകത? യൂദാസ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത് അയോഗ്യതയോടെയാണ്. അവനെങ്ങനെയെങ്കിലും ഇവനെ ഒറ്റുകൊടുക്കണം, ഇവനെ എങ്ങനെ ചതിക്കണം എന്ന ഭാവത്തിലാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. നേട്ടത്തിന് വേണ്ടിയാണ് യൂദാസ് കുർബാന അനുഭവിച്ചത്. അവൻ ക്ഷമിക്കാനല്ല, പൊറുക്കാനല്ല, നഷ്ടത്തിനല്ല, ലാഭം മാത്രമാണ് നോക്കിയത്. എന്തു പറ്റി? ആ കുർബാന സ്വീകരിച്ചു, അവൻ ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തു. ക്ഷമിക്കാത്ത ഹൃദയത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നീ തിരിച്ചറിയുക, ഈ കാലഘട്ടത്തിൻ്റെ യൂദാസ് ആരാണെന്ന് ചോദിച്ചാൽ നീയാണ് യൂദാസ്. നിനക്കൊരിക്കലും അവൻ സ്നേഹമാണെന്നോ അവൻ കർത്താവാണെന്നോ അവൻ ദൈവമാണെന്നോ മനസ്സിലാകാൻ പറ്റാതെ അവൻ്റെ ഓരോ കൂദാശയും അവൻ്റെ ഓരോ വചനത്തെയും അവൻ്റെ ഓരോ ശുശ്രൂഷകളെയും നീ ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഔദത്യം വെടിയാത്തവൻ നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലേ? ഏതോ കസേര കയറിയിരിക്കുന്ന സിംഹാസനത്തിരിക്കുന്ന രാജാവാണെന്ന് നീ നടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ താഴെ ഇറങ്ങണം, കാല് കഴുകണം, കാല് ചുംബിക്കണം. എങ്കിലേ ക്രിസ്തു ആരാണെന്ന് നിനക്കറിയാൻ പറ്റുള്ളൂ. അല്ലേ നീ ദൈവമായിട്ടിരിക്കും, നിനക്ക് ദൈവത്തെ അറിയാൻ പറ്റുകയില്ല. താട്ടുവാച്ചി, ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. ബുദ്ധിമാന്മാരാണ്, ശരിയാണ്, നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നീ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കണ്ട. അടുത്തത്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. മാതാപിതാക്കളൊക്കെ മക്കൾക്കിട്ട് കൊടുക്കുന്ന ചില പണികളുണ്ട്. പ്രായത്തിൽ എന്നെ നോക്കിയിട്ടില്ല, വേണ്ട ഗൗരവം എനിക്ക് നൽകിയിട്ടില്ല, എനിക്ക് സൗകര്യമായ കാര്യങ്ങളും ചെയ്തിട്ടില്ല, സ്വത്ത് എഴുതി വെക്കാൻ നേരത്തെ എന്നാൽ പിന്നെ അവനും വേണ്ട നായ്ക്കും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ എഴുതിയും കൊടുത്തേക്കും. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. അമ്മായിയമ്മ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മരുമകൾ വരുമ്പോൾ നിങ്ങൾ പകരം ചെയ്യരുത്. ഭർത്താവിൻ്റെ വീട്ടിൽ പോയപ്പോൾ നിന്നെ അപമാനിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ
ആ വീട്ടിൽ നിന്ന് ഒരാൾ വരുമ്പോൾ നീ അപമാനിച്ച് വിടരുത്. സുവിശേഷം പഠിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. ശക്തനായ പ്രവാചകനാണ് എലീശ പ്രവാചകൻ. ആ എലീശ പ്രവാചകൻ ഒരിക്കൽ നോക്കിയപ്പോൾ സിറിയൻ സൈന്യം തൻ്റെ മലയ്ക്ക് ചുറ്റും കൂടെ നിൽക്കുകയാണ്. രാജ്യം കീഴ്പ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ഈ പ്രവാചകൻ്റെ ശിഷ്യൻ വന്നിട്ട് പ്രവാചകനോട് പറയുക, പ്രവാചക, ദേ നമ്മളിപ്പോൾ നശിക്കും, ശത്രു സൈന്യം നമ്മളെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിലെ സംഭവമാണ് അച്ഛൻ പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണമേ. എന്നാ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? ആ പ്രവാചകനായിരിക്കുന്ന മലയിൽ മുഴുവൻ ആഗ്നേയ രഥങ്ങളും അഗ്നി രൂഢന്മാരായ മാലാഖമാരും കാവൽ നിൽക്കുകയാണ്. വൃദ്ധൻ്റെ എല്ലാ ടെൻഷനും മാറി. അവൻ ധൈര്യം കിട്ടി. കാരണം ഈ ജനത്തെ തോൽപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ ഇത്രയും ആൾക്കാരുണ്ട്. ഇനി വൃത്യൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, യജമാനനെ അങ്ങനെയാണെങ്കിൽ ഈ സിറിയൻ സൈന്യത്തെ നമുക്ക് കൊന്നുകളഞ്ഞാലോ? പ്രവാചകൻ പറഞ്ഞ മറുപടിയാണ്, അവനെ കർത്താവ് നമ്മുടെ കയ്യിലേൽപ്പിച്ചതും അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതും നശിപ്പിക്കാനല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുവീൻ. അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് സ്വന്തം രാജ്യത്തിലേക്ക് പോകട്ടെ. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിനാണ്. ജോസഫിന് മാത്രമേ യാക്കോബിൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ ദൈവം നിന്നെ ഒരു ദിവസം ഉയർത്തും. നിന്നെ വേദനിപ്പിച്ച, ദുഃഖിപ്പിച്ച, സങ്കടപ്പെടുത്തിയ അവരെ നിന്റെ മുമ്പിലേക്ക് ഇട്ട് തരുമ്പോൾ ഇരയായി നീ വിഴുങ്ങരുത്, ഇരയായി നീ നശിപ്പിക്കരുത്. പകരം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് മുമ്പേ ദൈവം നിന്നെ വിട്ടുവെന്ന് ജോസഫ് പറഞ്ഞതുപോലെ പറയണം. Bye.